സ്റ്റോറിയിലോട്ട് പോവാം. ജയഹൂപ്പിൻ്റെ സ്റ്റോറി ഐഡൽ ഫിയാൻസി. ഓക്കെ, നമ്മളെ കഥ ഹീറോയിൻ്റെ അടുക്ക് പോവാം. നമുക്ക് ഹീറോ എപ്പോഴും അത് ഒരു ഐഡലാണ്. ഹീറോയിൻ ഇങ്ങനെ സാഡായി അവിടെ ബീച്ച് സൈഡിൽ നിന്ന് സാഡാക്കായിരുന്നു ഹീറോയിൻ. അപ്പോൾ ഹീറോയിൻ്റെ ചേട്ടൻ വന്നു. എന്തു പറ്റിയിടി? പോ ചേട്ടാ, എനിക്ക് ടിക്കറ്റ് തരുന്നു പറഞ്ഞിട്ട് ഇതുവരെ ടിക്കറ്റും തന്നില്ല. ചേട്ടാനോട് ഞാൻ പിണങ്ങി. അയ്യോ, എൻ്റെ അമ്മുക്കുട്ടിക്ക് ദേഷ്യമാണോ? പോ ചേട്ടാ, അമ്മുക്കുട്ടിക്ക് ദേഷ്യം തന്നെയാണോ? അയ്യോ അമ്മു, എന്താ ടിക്കറ്റ്? ചേട്ടാ, ഞാനും നീയും കൊറിയക്ക് പോകാൻ പോവാം. ചേട്ടാ സത്യമാണോ? അതെ അമ്മു, നമ്മൾ രണ്ടുപേര് കൊറിയക്ക് പോകാൻ പോവാം. അപ്പം ഞാൻ എന്ന് പറഞ്ഞു ഒരാളെ സൗണ്ട് കേട്ട് ഹീറോയിൻ്റെ ഫ്രണ്ട് കീർത്തി നീ വരാ? ഞാനും വരാം, എൻ്റെ ചേട്ടനും വരാം. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായി. ഹീറോയിൻ്റെ ചേട്ടൻ പറയാം, അമ്മോ ഞങ്ങൾ രണ്ടുപേര് നീയും നിൻ്റെ ഫ്രണ്ടിനെ കൂടെ പോവാം. അപ്പോൾ റോസി ഒരുമാതിരി മുറയ്ക്കായിരുന്നു. റോസിൻ്റെ ചേട്ടൻ വന്ന് പറയാം, അടി മണ്ടയ്ക്കൊരു ഇതാ ടിക്കറ്റ് നിനക്കുണ്ടു. ചേട്ടാ ഇരിക്കുണ്ട. ഞങ്ങൾ 6 പേരാണ് പോകാൻ. ചേട്ടാ, അയ്യോ ചേട്ടൻ പോടിയിരിക്കാം എന്ന് പറഞ്ഞ് ഹീറോയുടെ ചേട്ടൻ അവിടുന്ന് പോയി. ഭയങ്കര ഹാപ്പി ആയിരുന്നു. 3 പേര് ഇങ്ങച്ചക്കാർ ഇങ്ങോട്ടൊക്കെ പോയിട്ട് തുള്ളാൻ തുടങ്ങിയായിരുന്നു. നമ്മൾ പോവാം മച്ചി. അതെ അങ്ങനെ 3 പേര് വഴക്ക് പറഞ്ഞായിരുന്നു. 3 പേര് അമ്മ വന്ന് പറയാൻ തുടങ്ങി. ഇവരെ 3 പേര് വീട്ടിലിരുന്ന് പഠിക്കാൻ പറഞ്ഞ ഇവർ പഠിക്കാല്ല. ഇവർ PTS ഇവരെ PTS പറഞ്ഞ് എന്നെ ടോർച്ചർ ചെയ്യാം എന്നാൽ ഈ അമ്മ വഴക്ക് പറയായിരുന്നു. 3 പേര് അമ്മ കിച്ചണിൽ, അവർ 2 പേര് അച്ഛൻ, 3 പേര് അച്ഛൻ കാതൊക്കെ പഞ്ച് വയ്ക്കാനില്ല. വൈഫിനെ കേൾക്കുമ്പോൾ ഇല്ല പറഞ്ഞു. 3 പേര് അച്ഛന് പറയാം, എന്തോ ഒരു കഷ്ടം. ഞങ്ങൾ 3 പേര് ഫ്രണ്ട്സ് പറഞ്ഞാൽ ഇതേ മതി, ഞങ്ങളെ വൈഫ് ഫ്രണ്ട്സ് ഇതേപോലെ നമ്മളെ കുട്ടി ഫ്രണ്ട്സ് എന്തോ പറഞ്ഞ് പോയ്യപ്പ. അച്ഛാ, ആരാ ഇത്? അർജുനാണോ? അർജുൻ അച്ഛാ, ഞാൻ പോകുന്നത് ശരിടാ. ഇതാടാ, ഞാനൊരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ട് അച്ഛാ. ഞാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ മാല കണ്ടോ? ഇതാണ് ഹീറോയിൻ്റെ അച്ഛൻ പറഞ്ഞു. ഈ മാല അവൾക്ക് കൊടു. അതെ, ഈ മാലയിലാണ് അവളെ ഫ്യൂച്ചർ ഹസ്ബൻഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്നെ അയക്കുന്നത്. അച്ഛ അതൊക്കെ ഇപ്പോൾ അവൾക്ക് 18 വയസ്സായി. 18 വയസ്സായെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഈ അവളെ ഫ്യൂച്ചർ ഹസ്ബൻഡ് ഇവിടെ എവിടെയും ഇല്ല. അത് കണ്ടുപിടിക്കാനാണ് നിന്നെ ഞാൻ കൊറിയക്ക് അറിയിക്കുന്നത്. അങ്ങനെ ഹീറോയിൻ്റെ അച്ഛന് പറഞ്ഞു. അച്ഛ, ഇവൾക്ക് മാത്രമല്ല ഫ്യൂച്ചർ ഹസ്ബൻഡ്? അതെ. എന്താടാ, ഇതാണ് നിനക്ക്. ഹീറോയ്ക്ക് പിങ്ക് കളറാണ് ഹാർട്ട്, ചേട്ടനിക്ക് ബ്ലൂ കളർ. അത് ഹീറോയിൻ്റെ ചേട്ടൻ പറയുന്നു, എനിക്ക് ബ്ലൂ എന്താ? നീ ഗേളാ, പിങ്ക് വേണോ നിനക്ക്? വേണ്ട അച്ഛാ, നീ ബോയ്, അതുകൊണ്ട് ഇതിൽ നിൻ്റെ പാർട്ട്ണർ കണ്ട് നിങ്ങൾ 2 പേരെ പാർട്ട്ണർ കണ്ടുപിടിക്കാനാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്. അച്ഛാ, അത് എടാ പറഞ്ഞേക്കൂടാ, എൻ്റെ അച്ഛൻ എനിക്ക് അയച്ചതാ. അതേമാതിരി നിൻ്റെ അമ്മയ്ക്ക് ഇതേ മാത്രം എൻ്റെ മുത്തശ്ശനുമാണെന്ന് പറയാൻ തുടങ്ങി. അതെ, ഇതിൽ നിങ്ങളെ ജാതകത്തിലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇവിടേക്ക് പോകണം. ഒരു ഗുരുജി പറഞ്ഞായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ അവിടേക്ക് പോകണം. നിങ്ങൾ ഫ്യൂച്ചർ ഹസ്ബൻഡ് കണ്ടുപിടിക്കുമ്പോൾ ഇത് വിങ്കാവും, ഇത് മിന്നും, കളറായിട്ട് മിന്നും. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ ഫ്യൂച്ചർ ഹസ്ബൻഡ് ഇങ്ങനെ ഫീലിംഗ് ആവും, കാറ്റിൽ ഫ്ലവർ പറക്കും, ഇങ്ങനെയുള്ള വോയിസ് കേട്ടും മ്യൂസിക് കേൾക്കും, അതെല്ലാം കേൾക്കുമെന്ന് ഹീറോയിൻ്റെ അച്ഛന് പറഞ്ഞു. അതുപോലെ ഗ്രാൻഡ് പറഞ്ഞത് എന്ന് വായിച്ചു. ശരി, അങ്ങനെ 2 പേര് പറയായിരുന്നു. അങ്ങനെയായിട്ട് പറഞ്ഞായിരുന്നു. അങ്ങനെ 2 പേര് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയിട്ട് റെസ്റ്റായിട്ട് ഉറങ്ങായിരുന്നു. നൈറ്റ് പറഞ്ഞ് 3 മണി ആയത്. പിന്നെ പകലാൻ. അങ്ങനെയായിട്ട് 3 മണിക്ക് ഹീറോയിൻ്റെ ചേട്ടൻ പറഞ്ഞു, 3 മണിക്കാണ് നമുക്ക് പോകുന്ന ഫ്ലൈറ്റ്. ചേട്ടാ, ഇപ്പോൾ 1 മണിയായില്ലേ? അതെ, 1 മണിയായി, വാ നമുക്ക് ഇവിടുന്ന് പോയിട്ട് എത്തുമ്പോൾ 3 മണിയാവും. വാ പോവാന്ന് ഹീറോയിൻ്റെ ചേട്ടൻ. ലേറ്റായി എണി എന്ന് പറഞ്ഞ് പോയേക്ക് റെഡിയായി കുളിച്ച് ഫ്രഷായി. ഒരു 2:30 മണിയായി. വേഗം എണി പോവാ എന്ന് പറഞ്ഞു ചേട്ടാ ഉറങ്ങാം. എടാ, ഇവളെ കാറിലിട്ട് ഡിക്കിലിട്ടോ? വേണ്ട ചേട്ടാ, വേണ്ട, ഡിക്കിൽ വേണ്ട അങ്ങനെ പറഞ്ഞ അവരെല്ലാവരും. വലിയ കാറാണ്, ഡ്രൈവറും ഉണ്ടായിരുന്നു, വലിയ കാർ. അങ്ങനെ ഓൾറെഡി 3 കാറിൽ ഡ്രൈവർ ഉണ്ടായിരുന്നു. അങ്ങനെ 3 കാർ വന്നു. അങ്ങനെ 3 പേരെ കാർ ഡ്രൈവർ ഡ്രോപ്പ് ചെയ്തു. അവിടുന്ന് ഫ്ലൈറ്റിൽ കയറാൻ പറഞ്ഞു. ചേട്ടാ, ഇപ്പോൾ 3 മണിയാവാനായില്ലേ? അതെ, ഇപ്പോൾ 3 മണി. ഇപ്പം എനിക്ക് കുറച്ച് നേരമുണ്ട്. അങ്ങനെയായിട്ട് എല്ലാ സാധനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞല്ലേ? എല്ലാ ചേട്ടാ എടുത്തു കഴിഞ്ഞു. 3 വന്നായി. ഫ്ലൈറ്റ് പുറപ്പെടാം, എല്ലാവരും കയറും. ഫ്ലൈറ്റ് 3 മണിക്ക് പുറപ്പെടും. നിങ്ങൾ എല്ലാവരും കയറിക്കോ. ഇപ്പം 2:30 മണി കഴിഞ്ഞ്, അതെ 3 മണി. എല്ലാവരും പോയിട്ട് കയറാൻ തുടങ്ങി. എല്ലാവരും ഫ്ലൈറ്റ് കയറിയിരുന്നു. ചേട്ടാ, ഇപ്പോൾ എവിടേക്കാ പോവാ? ഡൽഹിക്കാ?
അതെ, ഡൽഹിയിലാണ് നമുക്ക് അവിടേക്ക് പോകുന്നത്. ഹീറോയിൻ്റെ ചേട്ടൻ പറഞ്ഞു ശരി ഡൽഹിയിൽ എനിക്ക് കുറച്ച് സാധനമേ കൊണ്ടു എന്ന് ഹീറോയിൻ്റെ ചേട്ടൻ പറഞ്ഞു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അങ്ങനെ ഡൽഹിക്ക് എത്തി. ഡൽഹിയിൽ നിന്ന് നമുക്ക് നെക്സ്റ്റ് ഫ്ലൈറ്റിൽ പോകാൻ ഡൽഹിയിൽ ഇറങ്ങി എല്ലാവരും പോയിട്ട് അവർ ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുത്ത് ഇങ്ങനെ 3 പേരുടെ ഹീറോയിൻ്റെ ചേട്ടൻ പറഞ്ഞു എടാ നമ്മൾ 2 പോവാം. ഹീറോയിൻ്റെ ചേട്ടൻ റോസിൻ്റെ ചേട്ടൻ മാത്രമേ ഇവിടെ ഇരുന്നു. നിങ്ങളെ 3 പേരെ എനിക്ക് നോക്കുന്നത് പണിയാണ്. അത് ചേട്ടൻ പറഞ്ഞു ക്യാരിങ് അയച്ചത് ഒരാൾ വല്ല അടിച്ചു കാണാനൊരു റൗഡി മതി ഒരു അപ്പുറത്ത് വീട്ടിൽ ഒരുത്തേനാണ്. അത് ഹീറോയിനെ കണ്ടവർ ഓർക്ക് പിടിച്ചായിരുന്നു. അങ്ങനെ വേണ്ട സംസാരിക്കാൻ നോക്കുമ്പോൾ ഒരാൾ അവിടെ ഇരുന്ന് കണ്ടു. ആരാണ് നീ എന്നെ ഹീറോയിൻ്റെ റോസിൻ്റെ ചേട്ടൻ കേട്ടു. അയ്യോ ഇവനുണ്ടല്ലോ ഇന്ന് കേട്ടാൽ എന്താ ഇത് ആരാ എൻ്റെ വീട്? ഇതല്ല ഞങ്ങൾ അനിയത്തിയാ അതേ ആരാ എന്നെ കേട്ട് മുറിക്കായിരുന്നു. അയ്യോ എന്ന് അവർ പേടിച്ച് പാഞ്ഞു പോയി. ശരിയാവല്ലോ ഇടാ. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടൻ വന്നു. എടാ ഇവിടെ നിന്ന് നമുക്ക് ശരിയല്ല ഇവിടെ നിന്ന് പോകുന്നത് ശരി കുറേ നേരമായി അവൻ ഒരു വാരി നോക്കാം നമ്മൾ അനിയത്തിമാരെ നോക്കുന്നത് അങ്ങനെയായിട്ട് പറഞ്ഞു. ശരിടാ ഇന്ന് നൈറ്റാണ് പോകുന്നത് അങ്ങനെ പറഞ്ഞു. അനിയത്തിമാരോട് ഉറങ്ങാൻ പറഞ്ഞു. ചേട്ടന്മാർ പറഞ്ഞു ഞാൻ ഫ്ലൈറ്റിൽ ഉറങ്ങാം നിങ്ങളിവിടെ ഇറങ്ങിക്കോ അനിയത്തിമാരെ ക്യാരിങ് ആയിട്ട് നോക്കാൻ തുടങ്ങി. അവർ പോകുന്ന ഫ്ലൈറ്റ് ടൈം വന്നു. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി കൊറിയക്ക് പോകുന്ന നെക്സ്റ്റ് ഫ്ലൈറ്റ് അങ്ങനെ എല്ലാവരും കൊറിയക്ക് വന്നു. ഹീറോ ഇത് ചേട്ടൻ നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരാളോട് ചോദിച്ച് വിളിച്ചിട്ട് അവളിൽ ഒരാളുണ്ടായിരുന്നു. ചേട്ടൻ എത്ര മണിക്ക് പോകാം അങ്ങനെ കേട്ടായിരുന്നു. അതിൽ ചേട്ടാ ഇനി ചേട്ടാന്ന് വിളിച്ചാണ്. അതിലൊരു ഗേളിനോടൊക്കെ ചോദിച്ചാണ്. ഗേൾ മലയാളമാണ്. ഗേൾ പറഞ്ഞ് ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇപ്പം എത്തും എന്ന് പറഞ്ഞേനെ. ചേട്ടാ ഇനി ചേട്ടാന്ന് എല്ലാ ഗേൾസ് വിളിച്ചു. അങ്ങനെ എല്ലാവരും എന്ത് പറ്റിയടി എത്താനായി ചേട്ടാ ഉറങ്ങണ്ട. ശരി റൂം ബുക്കാക്കിയിട്ട് എന്നെ റെസ്റ്റ് എടുക്കാം. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഫ്ലൈറ്റ് ഇറങ്ങി. ഇറങ്ങി ഇങ്ങനെ ഫ്ലൈറ്റിൽ ഇറങ്ങി നോക്കും. ചേട്ടാ ഇതെന്ത് ചേട്ടാ ഇത് പാലസാ പ്ലേസ് സൂപ്പർ ചേട്ടാ എന്ന് പറഞ്ഞു. 3 പേരെ ചേട്ടൻ മണ്ടക്കിട്ട് ഇത് പ്ലേസ് അല്ല പോവാ ഏർപ്പെട്ട്. അങ്ങനെ എല്ലാവരും വന്ന് റൂം ഓൾറെഡി ബുക്ക് ചെയ്തായിരുന്നു. റൂമിലേക്ക് വന്ന് നിങ്ങൾ വലിയ ഹൗസ് ചേട്ടാ ഇത് ഫ്ലാറ്റല്ലേ? ഇത് ഫ്ലാറ്റല്ല ഇതൊരു വീട് ഭയങ്കര ഞങ്ങൾ കുറച്ച് നാൾ ഇവിടെ താമസിക്കും പിന്നെ നമുക്ക് നമ്മുടെ പാർട്ട്ണർ അപ്പോൾ ഫ്ലാറ്റല്ലേ ചേട്ടാ ഇതൊരു വീട് ഈ വീട്ടിലെ എല്ലാ സാധനവും ഉണ്ട്. അങ്ങനെ വീടാണ്. ആ വീട്ടിൽ റൂമുണ്ട്. ചേട്ടാ സൂപ്പർ 7 റൂമുണ്ടല്ലോ ചേട്ടാ? അതെ 7 റൂമുണ്ട്. അങ്ങനെ ചേട്ടന്മാർ പറഞ്ഞു ഞാൻ പോവാം കിച്ചണിൽ കുറച്ച് ഷോപ്പിംഗ് ചെയ്തിട്ട് വരാൻ. ചേട്ടന്മാർ പോയി.